ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണ ഒരു ചുരിദാർ മെറ്റീരിയലിൽ ആ വർക്കാണ്. അത് റെഡി ടു സെയിലാണ്. ഒരു പീസേ ഉള്ളൂ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സപ്പ് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റിയും ചെയ്തിരിക്കുന്ന വർക്കിനെ പറ്റിയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. മെറ്റീരിയൽ ഓഫ് വൈറ്റ് റോ കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഡിസൈൻ ഇത് വരച്ചിരിക്കുന്നത്, അതിന് ഞാൻ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിന്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ എടുത്തപ്പം അതിൻ്റെ സൈസ് നെക്കിൻ്റെ വിഡ്ത്ത് കുറച്ച് കുറവാണ്. 5 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എൻലാർജ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തില്ല. എന്ന് വെച്ചാൽ എൻലാർജ് ചെയ്തല്ല ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ കുറച്ചും കൂടെ വൈറ്റ്നസ് കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു ഫ്ലവറും കൂടെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ആഡ് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നെക്കിൻ്റെ വൈറ്റ്നസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടേ എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഇത് ടിപ്സൊക്കെ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. ഏറ്റവും അവസാനം ബ്ലൂ പ്രിന്റ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ടോപ്പ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ. ഓഫ് വൈറ്റ് റോ കോട്ടൺ മെറ്റീരിയൽ ആണ്. 2.5 മീറ്റർ ആണ് മെറ്റീരിയൽ. റോ കോട്ടൺ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡെയിലി വെയറിന് ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ടോ ഇടാതെയോ നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനിലാണ് ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ കുറച്ച് ഹെവി വർക്കും ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഒരു തിൻ ലൈനും ഒരു ലൈനായിട്ടാണ് ഫ്ലവേഴ്സ് പോകുന്നത്. ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ വർക്ക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് ആങ്കറിൻ്റെ മൾട്ടി കളർ ത്രെഡാണ്. ഇത് ഡബിൾ ഷെയ്ഡ് എന്നല്ല പറയുന്നത്. ഈ കളർ എല്ലാവരും ചിലർ ഡബിൾ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് അല്ല, മൾട്ടി ഷെയ്ഡ് ത്രെഡാണ്. ഒരു ലാവൻഡറും പിങ്കും ബ്ലൂവും കളർ ചേർന്ന് നിൽക്കുന്ന ഒരു ത്രെഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒത്തിരി അടുപ്പിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് പോലെ തന്നെ ഫില്ലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട്. നടുക്ക് ഒരു വൈറ്റ് ബീഡും പിന്നെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ലേസി ഡേസിയും സ്റ്റെംസ് ബാക്ക് സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഓവറായിട്ട് കളറില്ല. ഒരു പാസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞിടത്ത് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറല്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റിയ ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പാൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ വൈറ്റ് പാൻറ്റ് തന്നെ ഇട്ടിട്ട് ഷോൾ മാത്രം ഈ ഒരു കളർ ഷോൾ ഇട്ടാൽ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു നെക്ക് വന്നിരിക്കുന്നത്. നെക്കിൻ്റെ വൈറ്റ്നസ് 6 ഇഞ്ചും ഡെപ്തും 6 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിൽ ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻലാർജ് ചെയ്തിട്ട് കൂട്ടി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇനി സ്ലീവിൽ ഒരു കുഞ്ഞു വർക്കേ ഉള്ളൂ. സ്ലീവിൽ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ 3 ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. 2 കൈയുടെ 3/4 സ്ലീവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നീ 3/4 വേണ്ട എന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്ലീവ് ആണെങ്കിലും തയ്ക്കാം. അതിൻ്റെ സ്ലീവിൻ്റെ നടുക്ക് കാണുന്ന പോർഷനിൽ മാത്രം, ചുറ്റും ഇല്ല. സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ 3 ഫ്ലവേഴ്സ് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടത്തിലും വർക്ക് ഉണ്ട്. ബോട്ടത്തിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ലേസി ഫ്ലവേഴ്സാണ് ബോട്ടം മുഴുവൻ ചെയ്തിരിക്കുന്നത്. ബോട്ടം മുഴുവൻ ഇല്ല, 2 ലെയറായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്താണ് തയ്ച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അപ്പം ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് 2 ലെയർ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു നല്ല 2.5 മീറ്റർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇപ്പോഴത്തെ സ്റ്റൈലാണ് നല്ല ലെങ്ത്തിൽ ചുരിദാർ തയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ബോട്ടത്തിലും വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 44 ഇഞ്ചൊക്കെ ഇത് ലെങ്ത്തിൽ നിങ്ങൾക്ക് ചുരിദാർ തയ്ക്കുക. അപ്പോൾ ആ ഒരു ലെങ്ത്തിലാണ് ഞാൻ അവിടെ താഴെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ചുരിദാർ വന്നിരിക്കുന്നത്. ഈ ചുരിദാറിൻ്റെ കോസ്റ്റ് 1300 ആണ്.
ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് താഴെ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാകെ ഒരു സിംഗിൾ പീസേ ഉള്ളൂ. അപ്പോൾ ആരാണ് ആദ്യം വരുന്നത് അവർക്ക് കൊടുക്കും. അപ്പോൾ എത്ര കണ്ട് ഇഷ്ടപ്പെട്ടവർ ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. മെറ്റീരിയലിലോട്ട് ഡിസൈൻ വരയ്ക്കേണ്ടത് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനിങ്, ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനിങ്ങിലോട്ട് പോകാം. അപ്പോൾ അത് ഞാനിവിടെ വൈറ്റ് റോ കോട്ടൺ മെറ്റീരിയൽ ഡിസൈൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ എവിടെയാണ് നെക്ക് പോർഷൻ വരുന്നത്, എവിടെയാണ് സ്ലീവിൻ്റെ ഡിസൈൻസ് വരയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ക്ലോത്തിലോട്ടൊക്കെ, അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് കയറി ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഡിസൈനാണ് ഇത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ യൂസ് ചെയ്തേക്കുന്ന കാർബൺ പേപ്പർ ബ്ലൂ ആണ്. നിങ്ങൾക്ക് വൈറ്റിൽ ബ്ലൂവോ ബ്ലാക്കോ യെല്ലോയോ യൂസ് ചെയ്യാം. അപ്പോൾ ബ്ലൂ യൂസ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇവിടെ നെക്കിൻ്റെ സൈഡിൽ ബ്ലൂ കാർബൺ പേപ്പറിൻ്റെ പാടുകൾ വന്നേക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളൊരു കസ്റ്റമറിനൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ബ്ലൂ പാട് വന്ന് അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആകും അല്ലേ. അപ്പോൾ ആ ബ്ലൂ കളർ വരാണ്ടിരിക്കാൻ അതൊരു ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു കുറച്ച് ബ്ലൂ കളറേ ഉള്ളൂ. അത് പയ്യെ കൈകൊണ്ട് തൂത്താൽ തന്നെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഡാർക്കായിട്ട് നിങ്ങൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ ഒത്തിരി ഡാർക്കായി പോയാലും അത് തയ്ച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഡാർക്ക് പാറ്റേൺ കാണാൻ പറ്റും, ഡിസൈൻ വരച്ചിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യാൻ, പുതിയ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്താൽ നല്ലോണം വൈറ്റിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്, ആ നെക്കിൻ്റെ ഈ വരച്ചിരിക്കുന്നത് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് തയ്ക്കാൻ തന്നെ പറ്റും. അത് യെല്ലോ കാർബൺ പേപ്പറാണ്. ബാക്കി വരച്ചിരിക്കുന്നത് ബ്ലൂ കാർബൺ പേപ്പറാണ്. നിങ്ങളിപ്പോൾ ബ്ലൂ എടുക്കണേ എന്നുണ്ടെങ്കിൽ പുതിയ ബ്ലൂ എടുക്കാണ്ട് പഴയ കുറച്ച് ഉപയോഗിച്ച് കുറച്ചൊക്കെ കാർബൺ പേപ്പർ യൂസ് ചെയ്തൊരു കാർബൺ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഡാർക്കായിട്ട് വരത്തില്ല, ലൈറ്റായിട്ടൊരു വീക്ക് ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇതുവരെ സ്പ്രെഡ് ആകുന്ന ആ ഒരു കുഴപ്പം വരത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പം പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ വരച്ചെടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ എന്തോരം വൈറ്റ്നസ് ഉണ്ട് എന്ന് വെച്ച് അതിൻ്റെ അളവിലാണ് നമ്മൾ അത്രയും എൻലാർജ് ചെയ്തിട്ടായിരിക്കും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ അത്രയും എൻലാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നിങ്ങളുടെ കഴുത്തിൻ്റെ വിഡ്നസ് ഇപ്പം 5 അല്ലെങ്കിൽ 6 ഇഞ്ചാന്ന് വെച്ചാൽ അത്രയും എൻലാർജ് ചെയ്യുമ്പം ഡെപ്ത്ത് കൂടിക്കൂടി വരും, ഇറക്കം കൂടിക്കൂടി വരും. അപ്പോൾ നിങ്ങൾക്കത് മാച്ച് ആവില്ലാത്ത കണ്ടീഷൻസ് ചില ഡിസൈൻസിൽ ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോരമാണ് നിങ്ങളുടെ ഇറക്കം വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഇറക്കത്തിൽ എൻലാർജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈറ്റ്നസ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ കൂട്ടി വരച്ചാൽ മതി. ഒരെണ്ണം വരച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡിസൈൻ പാറ്റേണിൽ പോയവരെയാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഡിസൈനും ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഡിസൈനും ഒരു ഫ്ലവർ കൂടുതലായിരിക്കും. ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫ്ലവർ കൂടുതലാണ് എന്ന് വെച്ചാൽ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആ ഡിസൈനിൽ 5 ഇഞ്ച് വൈറ്റ്നസ് ഉള്ളൂ. ഞാനിപ്പം 5 ഇഞ്ച് വൈഡ്നെസ്സിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് തീരെ കുഞ്ഞിതാകും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടെ ആഡ് ചെയ്തു. ഈ ഒരു ഡിസൈൻ ഇത്രയും ഞാൻ ആഡ് ചെയ്തേക്കുന്നതാണ്. ഇവിടുന്ന് ഇവിടം വരെ ആഡ് ചെയ്തേക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഇത്രയും ഇഞ്ച് സൈസ് വൈഡ്നെസ് കൂടി. എന്നിട്ട് കഴുത്തൊന്ന് ജോയിൻ ചെയ്താൽ മതി, ഷേപ്പ് ഒന്നും മാറാണ്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാനിന്ന് തന്നിരിക്കുന്ന ബ്ലൂ പ്രിൻ്റ് എടുക്കുമ്പം ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ ചുരിദാറിൽ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യലിലോട്ട് തുടങ്ങാം. ഞാൻ ഫുൾ പോർഷനിലായിട്ടല്ല ഫ്രെയിം ഇടുന്നത്, ഒരു കുഞ്ഞ് പോർഷനിലാണ് ഫ്രെയിം ഇടുന്നത്. ആ സ്റ്റിച്ച് തന്നെ ഫുള്ളും കണ്ടിന്യൂസ് തയ്ച്ച് പോയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി തയ്യൽ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ അകത്ത് നമ്മൾ 3 സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഈ ഫ്ലവേഴ്സ് തയ്ക്കാൻ വലിയ ഫ്ലവേഴ്സ് തയ്ക്കാൻ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും,
ഇവിടെ ഈ കുഞ്ഞു ഫ്ലവർ തയ്ക്കാൻ ലേസി ഡേസിയും പിന്നെ സ്റ്റെം തയ്ക്കാൻ ബാക്ക് സ്റ്റിച്ചുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡാണ് എടുത്തേക്കുന്നത്. ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി അടുപ്പിച്ചടുപ്പിച്ചത് നിങ്ങൾക്ക് കാണാം. ഒത്തിരി അടുപ്പിച്ചടുപ്പിച്ചത് സ്റ്റെംസും ഉണ്ട്, ലീവ്സും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റെമ്മും ലീഫും പെട്ടെന്ന് തന്നെ തയ്ച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലീവ്സ് തയ്ക്കാനായിട്ട് നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ പുറകോട്ട് വരേണ്ടി വരും. ഇതാവുമ്പോൾ ഒപ്പത്തിനോടൊപ്പം തന്നെ സ്റ്റെമ്മും ലീഫും ഒരുമിച്ച് തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസൈനിൽ ഇങ്ങനെ ഒത്തിരി സ്റ്റെംസും ഒത്തിരി അതുപോലെ തന്നെ നിറച്ചും ലീവ്സൊക്കെ ഉള്ള ഡിസൈൻ ആണെങ്കിൽ എപ്പോഴും ബാക്ക് സ്റ്റിച്ച് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. വേറെ ഏത് സ്റ്റിച്ച് എടുത്താലും നമ്മൾ സ്റ്റെം തയ്ക്കാൻ വേറെ ഏത് സ്റ്റെം ആയാലും ചെയിൻ ആയാലും ട്വിസ്റ്റ് ചെയിൻ അങ്ങനെ പല സ്റ്റിച്ചുണ്ട് സ്റ്റെം തയ്ക്കാനായിട്ട്. അപ്പോൾ ഏത് സ്റ്റിച്ച് എടുത്താലും നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ആ സ്ലീവ്സ് തയ്ക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബാക്ക് സ്റ്റിച്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇങ്ങനത്തെ ഒത്തിരി ലീവ്സും സ്റ്റെംസും ഉള്ള സ്ഥലത്ത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെമ്മും ലീഫും ഒരുപോലെ തന്നെ തയ്ച്ച് തീർക്കാൻ പറ്റും. അങ്ങനെ നമുക്കിവിടുത്തെ സ്റ്റെമ്മും ലീഫും ലീഫ് ലേസി ഡേസിയാണ് തയ്ക്കുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ സ്റ്റെമ്മും ലീഫും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ ഈ മെറ്റീരിയൽ റോ കോട്ടൺ മെറ്റീരിയലാണ്. റോ കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ലബ് കോട്ടൺ എന്ന് പറയും. അതാണ് ഈ മെറ്റീരിയലിന് അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ കൂടെ കുറച്ച് നൂല് വലിച്ച് എന്ന് വെച്ച് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടിട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ വലിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വലിക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസും ഉള്ളൂ. അതുപോലെ തന്നെ അടി കൂടെ വലിച്ചാലും അങ്ങനെ കാണത്തില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വലിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിൽ തയ്ക്കുന്നത് കൊണ്ട് തന്നെ കാണത്തില്ല അടി കൂടെ വലിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ 2 strands ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തയ്ക്കാനായിട്ട്. ഫ്ലവർ ആണെങ്കിലും 2 strands വെച്ചിട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അതേസമയത്ത് ലേസി ഡേസി തയ്ക്കാനായിട്ട് ഞാൻ 3 strands ആണ്. അത് കുഞ്ഞു ഫ്ലവറുമാണ്. അടുപ്പിച്ച് തിക്കായിട്ട് ഇച്ചിരി വേണം. അതുകൊണ്ട് ഞാനിവിടെ 3 strands ആണ് എടുത്തിരിക്കുന്നത്. 2 strands എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു തിക്നെസ് കിട്ടത്തില്ല നമുക്ക് ഫ്ലവറിന്. അതുകൊണ്ട് ഞാൻ 3 strands, ബാക്കി എല്ലാത്തിനും 2 strands. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 strands വേണമെങ്കിലും എടുക്കാം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഈ ബാക്ക് സ്റ്റിച്ചും എല്ലാം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റെം മാത്രം തയ്ച്ചിട്ട് പിന്നെ ലീഫ് തയ്ക്കാനാണ് പോണേ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിനെന്തിനാ പിന്നെ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചാൽ പോരെയെന്ന്. ഇതിപ്പോൾ ഞാൻ നൂല് തീരാറായി, അങ്ങോട്ടേക്ക് വലിക്കാനും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അങ്ങ് തയ്ച്ചു പോണത്. ഇവിടെ കെട്ടിടാനുള്ളത്. ഇതിങ്ങനെ ട്വിസ്റ്റായി വരുവാണെങ്കിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇടണം, അല്ലെങ്കിൽ ചെയിൻ ട്വിസ്റ്റായിട്ട് വരും. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ നൂല് തീരാറാവുമ്പോൾ നൂലിങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിരുന്നത്. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റായിട്ടായിരിക്കും ലീഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല, ലേസി നേരെ വരില്ല. അതിങ്ങനെ കൈകൊണ്ട് തന്നെ പിടിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലീഫ് എല്ലായിടത്തും തയ്ച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ ലീവ്സും സ്റ്റെംസും എല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറാണ് തയ്ക്കേണ്ടത്. ആ വലിയ ഫ്ലവർ തയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ ത്രെഡ്. ഒരു മൾട്ടി കളർ ത്രെഡാണ്. ഇതാണ് കളറ്, മൾട്ടി കളർ ത്രെഡ്. ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡ്, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ കോഡ് നമ്പർ 1325 ആണ്. കോഡ് നമ്പർ 1325 അതാണ് കോഡ് നമ്പർ. അതിൻ്റെ 2 strands യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ വലിയ ഫ്ലവർ തയ്ക്കുന്നത്. അപ്പോൾ 2 strands എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നടുക്കും ബീഡാണ് വെക്കുന്നത്. അതിനുള്ള സ്പേസ് വിട്ടിട്ട്, ഒത്തിരി വലിയ ബീഡല്ല, കുഞ്ഞു ബീഡാണ് വെക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്പേസ് വിടേണ്ട ആവശ്യമില്ല. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടുന്ന് ഇത് സാറ്റിൻ സ്റ്റിച്ച് പോലെ അത്ര അടുത്തടുത്ത് വരണം. ദൂരത്തുനിന്ന് നോക്കിയാൽ സാറ്റിൻ സ്റ്റിച്ച് ആണെന്നേ പറയാൻ തോന്നുന്ന രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അടുപ്പിച്ച് തയ്ക്കുക. ഇങ്ങനെ എടുത്തു, അവിടെ തൊട്ടടുത്ത് തന്നെ, ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നും മാറിയെടുക്കരുത്. ഇതിപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് പൊക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത് പൊക്കിയെടുക്കുക.
വീണ്ടും അതുപോലെ തന്നെ അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തുണി കാണാണ്ട് നൂല് മാത്രമായിട്ട് വരും. ഇപ്പോൾ ഇത് ഇത്രയും തയ്ച്ചതിൽ നിങ്ങൾക്ക് തുണി കാണാൻ പറ്റുന്നുണ്ടാവില്ല, നൂല് മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുപോലെ അടുപ്പിച്ച് തന്നെ എടുക്കുക. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചാൽ സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. പുറത്തൊരു ഔട്ട്ലൈൻ പോലെ വരുകയും ചെയ്യും. സാറ്റിൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് ഔട്ട്ലൈൻ തയ്ച്ച പോലെ ഇരിക്കും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അടുപ്പിച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ അടുപ്പിച്ച് തയ്ക്കുക. പക്ഷേ എല്ലാ മെറ്റീരിയലും അങ്ങനെ തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചെക്കോട്ടയിലൊക്കെ അങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നടുക്കൊരു ഹോളായി മാറും. അത്ര തൊട്ടടുപ്പിച്ച് നമ്മൾ സൂചി ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോ വട്ടം എടുക്കും തോറും ഇങ്ങനെ നടുക്കത്തെ ഈ പോർഷനിൽ ഇഴ മാറി ഇവിടെ ഒരു ഹോളായി മാറും. അപ്പോൾ എല്ലാ മെറ്റീരിയലിലും അങ്ങനെ അടുപ്പിച്ച് തയ്ക്കാനും പറ്റത്തില്ല. അപ്പം ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലല്ലേ, അപ്പോൾ ഇതിലൊന്നും തയ്ക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ അടുപ്പിച്ച് എല്ലാ പെറ്റൽസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ തയ്ച്ച് തീരാറായി. അപ്പോൾ അതുപോലെ ബാക്കിലത്തെ പെറ്റൽസും ഫ്ലവേഴ്സെല്ലാം തയ്ച്ചെടുത്തിട്ട് നമുക്ക് നടുക്കൊരു ബീഡും വയ്ക്കാം. അപ്പോൾ ഈ വലിയ ഫ്ലവറിൻ്റെ നടുക്ക് വൈറ്റ് ബീഡും കുഞ്ഞു ഫ്ലവറിൻ്റെ നടുക്ക് ഗോൾഡൻ ബീഡുമാണ് വയ്ക്കുന്നത്. രണ്ടും കുഞ്ഞു ബീഡ്സാണ്, തീരെ പൊടിയല്ല, കുറച്ചും കൂടെ മുഴുത്തത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പെറ്റൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഒരു ഫ്ലവറിൻ്റെ ഫസ്റ്റ് പെറ്റലാണ് തയ്ച്ചു കഴിഞ്ഞത്. ആ ഫസ്റ്റ് പെറ്റൽ തയ്ച്ചു കഴിയുമ്പോൾ അവിടെ ഒന്ന് താത്തി ഉടക്കി വെക്കണം, എന്നിട്ടാണ് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് പെറ്റൽ അടുപ്പിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് തയ്ച്ച് തീർത്തേക്കുന്നത്. ഇനി സെക്കൻഡ് പെറ്റൽ നമ്മൾ തുടങ്ങുമ്പം തൊട്ടടുത്ത് നിന്ന് തന്നെ അടുത്ത പെറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ എടുക്കുന്നത് ആ പെറ്റലിൻ്റെ വരച്ചേക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തു. സെക്കൻഡ് പെറ്റൽ വരുമ്പം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തേക്കാൻ, അല്ലെങ്കിൽ ആ പോർഷൻ ഇങ്ങനെ മറിഞ്ഞ് വരും. അപ്പോൾ അത് ഉടക്കി വെച്ചിട്ട് ആ സെയിം പോയിന്റിൽ കൂടെ തന്നെ വീണ്ടും എടുക്കുകയാണ്. അതിൽ കൂടെ തന്നെ വീണ്ടും നമ്മൾ ആ തയ്ച്ചതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ വീണ്ടും എടുത്തു. ഇനി നമ്മൾ വീണ്ടും ബാക്കി ഇതുപോലെ സാധാ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കണവരെ. എന്തിനാണ് അവിടെ ഉടക്കി വെച്ചതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉടക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഇവിടെ തയ്ച്ച് വരുമ്പം ഈ പെറ്റലും കൂടെ ജോയിൻ ചെയ്യാൻ നേരത്ത് അവിടെ ഉടക്കി വെക്കും ആ സൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഉടക്കി വെച്ചിട്ട് തന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പോണത്. ചിലവരത് ഉടക്കി വെക്കാൻ മറന്നു പോകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സൈഡ് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും ആ പെറ്റലിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പോൾ അതൊന്ന് ഉടക്കി വെച്ചിട്ട് വേണം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ ബാക്കിത്തെ എല്ലാ പെറ്റൽസും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ഫ്ലവേഴ്സ് എല്ലാം തയ്ച്ചു. ഇനി സ്മോൾ ഫ്ലവേഴ്സാണ് ഉള്ളത്. അത് സ്മോൾ ഫ്ലവേഴ്സ് തയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ലേസി ഡേസി വെച്ചാണ്. അത് 3 strands ആണ് ഉപയോഗിക്കുന്നത്. അത് തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആങ്കർ കോഡ് 76 ആട്ടോ. ആങ്കർ കോഡ് നമ്പർ 076 ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് തയ്ക്കാനായിട്ട്. അതിൻ്റെ 3 strands എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ നേരത്തെ കാണിച്ചില്ല ലീവ്സ് തയ്ക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഈ സ്റ്റിച്ച്. ആ സ്റ്റിച്ചിൻ്റെ പേരാണ് ലേസി ഡേസി. അപ്പം നടുക്കൊരു ബീഡ് വെക്കാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം 5 പെറ്റൽ ഫ്ലവറാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ നടുക്കേ കൂടെ എന്ന് വെച്ചാൽ നടുക്കൊരു ബീഡ് വെക്കാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഫുൾ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 പെറ്റൽ ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫ്ലവറും ഇവിടെയുള്ള ഫ്ലവറും എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ സൈഡിൽ നടുക്ക് ഒരു കുഞ്ഞ് ഗോൾഡൻ ബീഡും ഇവിടെ വൈറ്റ് ബീഡുമാണ് വെക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ പാറ്റേൺ, ഈ ഫുൾ ചുരിദാറിൻ്റെ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ തയ്ച്ചു പോയിരിക്കുന്നത്. ഈ 3 സ്റ്റിച്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബീഡ്സും ഗോൾഡനും വൈറ്റ് ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ ഡിസൈൻ തയ്ച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസൈൻ പാറ്റേൺ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻലാർജ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിഡ്ത്തിൻ്റെ അനുസരിച്ച് നെക്ക് വൈഡ്നെസ്സിനനുസരിച്ച് എൻലാർജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് എൻലാർജ് ചെയ്തിട്ട് വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഡിസൈൻ വരയ്ക്കാൻ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.